നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. UAEയുടെ സ്വദേശിവൽക്കരണ പദ്ധതിയായ നാഫിസിൽ ഈ വർഷത്തെ 2% സ്വദേശിവൽക്കരണം ഡിസംബർ 31-നകം പൂർത്തിയാക്കണമെന്ന് മാനവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം നിർദ്ദേശിച്ചു. 31-നകം സ്വദേശികളെ നിയമിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ 2026 ജനുവരി 1 മുതൽ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. സ്വദേശികളെ നിയമിക്കാത്തതിന് ആളൊന്നിന് 96,000 ദിർഹം പിഴ ഈടാക്കും. പ്രതിമാസ പിഴ 8,000 ദിർഹം. നിയമം പാലിക്കാത്ത കമ്പനിക്ക് ആളൊന്നിന് മാസത്തിൽ 8,000 ദിർഹം വീതം, വർഷത്തിൽ ഇത്തരത്തിൽ 96,000 ദിർഹം പിഴ ഈടാക്കും. 6 മാസത്തിലൊരിക്കൽ 48,000 ദിർഹം ഒന്നിച്ചടയ്ക്കാനും സൗകര്യമുണ്ട്. അടുത്ത വർഷം മുതൽ മാസാന്തര പിഴ 900 ദിർഹമാക്കി വർദ്ധിക്കും. ഈ 20 മുതൽ 49 ജീവനക്കാർ വരെയുള്ള കമ്പനികൾ വർഷ അവസാനത്തോടെ ഒരു സ്വദേശിയെ നിയമിക്കണമെന്നും, അതായത് ചെറുകിട കമ്പനികൾ ഒരാളെ നിയമിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കഴിഞ്ഞ വർഷം ഈ വിഭാഗം കമ്പനികൾ ഒരു സ്വദേശി വീതം നിയമിച്ചിരുന്നു. IT, റിയൽ എസ്റ്റേറ്റ്, വിദ്യാഭ്യാസം, നിർമ്മാണം, ആരോഗ്യ സംരക്ഷണം എന്നിവ ഉൾപ്പെടെ 14 മേഖലകളിലെ 68 പ്രൊഫഷണൽ സാങ്കേതിക തസ്തികകളാണ് സ്വദേശിവൽക്കരണം നടപ്പാക്കുന്നത്. വർഷ അവസാനത്തോടെ മൊത്തം 2 സ്വദേശികളെ നിയമിക്കാത്ത ഈ വിഭാഗം കമ്പനികൾക്കും വൻതുക പിഴ ഈടാക്കും. സ്വദേശിവൽക്കരണം പൂർത്തിയാക്കുന്ന കമ്പനികളെ തൗത്തീൻ പാർട്ട്നേഴ്സ് ക്ലബിൽ ഉൾപ്പെടുത്തി സർക്കാർ സേവന ഫീസിൽ 80% ഇളവ് നൽകും. കൂടാതെ മറ്റ് സർക്കാർ സേവനങ്ങളിൽ മുൻഗണനയും നൽകും. നിയമലംഘകരെ കണ്ടെത്താൻ ജനുവരി 1 മുതൽ കർശന പരിശോധനയുണ്ട്. അപ്പോൾ ജാഗ്രതയോടെ ആയിരിക്കുക. നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ 60590000 എന്ന നമ്പറിലോ MOHRE സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴിയോ അറിയിക്കാവുന്നതാണ്. വ്യാജ നിയമനവും ശ്രദ്ധിക്കുക. കടുത്ത നടപടി. സ്വദേശിവൽക്കരണത്തിൽ കൃത്രിമം നടത്തുന്നവർക്ക് 5 ലക്ഷം ദിർഹം വരെയാണ് പിഴ. ആദ്യ തവണ നിയമം ലംഘിക്കുന്നവർക്ക് 1 ലക്ഷം ദിർഹമാണ് പിഴ. ആവർത്തിച്ചാൽ 3 ലക്ഷവും, മൂന്നാമതും നിയമം ലംഘിച്ചാൽ 5 ലക്ഷം ദിർഹവുമായിരിക്കും പിഴ. സ്വദേശിവൽക്കരണം മറികടക്കാൻ കമ്പനിയിലെ തൊഴിലാളികളുടെ എണ്ണം കുറച്ചു കാണിച്ചാലും ഇതേ ശിക്ഷയുണ്ടാകും. സ്വകാര്യ മേഖലയിൽ 1.54 ലക്ഷം. UAEയിൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്വദേശികളുടെ എണ്ണം ഇത്തരത്തിൽ വർദ്ധിച്ചിരിക്കുകയാണ്. ഇതിൽ 1.36 ലക്ഷം പേരും സ്വദേശിവൽക്കരണ പദ്ധതിയായ നാഫിസ് മുഖേന ജോലിക്ക് എത്തിയവരാണ്. മാത്രമല്ല, സ്വദേശികൾക്ക് ജോലി നൽകിയ കമ്പനികളുടെ എണ്ണത്തിലും വളരെയധികം വർധനവുണ്ടായിട്ടുണ്ട്. 30,000 കവിഞ്ഞിരിക്കുകയാണ് സ്വദേശികൾക്ക് ജോലി നൽകിയ കമ്പനികളുടെ എണ്ണം. സ്വദേശിവൽക്കരണ പദ്ധതി 2022 ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഇമാറാത്തി ടാലന്റ് കോമ്പറ്റിറ്റീവ്നെസ് കൗൺസിൽ പോകൽ, അതായത് നാഫിസ്. അതനുസരിച്ച് 50 അതിൽ കൂടുതലോ ജീവനക്കാരുള്ള സ്വകാര്യ കമ്പനികൾ വർഷത്തിൽ 2% വീതം സ്വദേശിവൽക്കരണം നടപ്പാക്കണമെന്നാണ് നിയമം. കമ്പനികളുടെ സൗകര്യാർത്ഥം 6 മാസത്തിലൊരിക്കൽ, അതായത് ജൂൺ, ഡിസംബർ മാസങ്ങളിൽ 1% വീതം സ്വദേശികളെ നിയമിക്കാനും അനുവാദം നൽകിയിട്ടുണ്ട്. ഈ മാസം 31-ന് 4 വർഷം പൂർത്തിയാകുന്ന നാഫിസ് പദ്ധതി അനുസരിച്ച് മുൻ വർഷങ്ങളിലെ 6% ചേർത്ത് മൊത്തം 8% സ്വദേശിവൽക്കരണം പൂർത്തിയാക്കണം. അടുത്ത വർഷത്തെ 2% ചേർത്ത് 2026 ഡിസംബറോടെ 10% സ്വദേശിവൽക്കരണമാണ് ലക്ഷ്യമിടുന്നത്. ഇതിനിടെ UAEയിലും സ്വർണ്ണവില പുതിയ ഉയരങ്ങളിലേക്ക് എത്തിയേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. UAEയിലെ സ്വർണ്ണ ഉപഭോക്താക്കൾ അടുത്ത 2 വർഷത്തിനുള്ളിൽ വളരെ ഉയർന്ന വിലയ്ക്ക് തയ്യാറെടുക്കേണ്ടി വന്നേക്കാം. 2026 ആഗോള വിപണിയിൽ സ്വർണം ഔൺസിന് $5,000 ഉയരുമെന്ന് ഡച്ച് ബാങ്കിന്റെ പുതിയ പ്രവചനം പറയുന്നു. UAEയിൽ ഇത് ഗ്രാമിന് ഏകദേശം 589 ദിർഹത്തിന് തുല്യമാണ്. ബാങ്കിന്റെ കൂടുതൽ മിതമായ കണക്കുകൾ പോലും ഗ്രാമിന് 525 ദിർഹത്തിനടുത്ത് വില സൂചിപ്പിക്കുന്നുണ്ട്. സ്വർണം അസാധാരണമാം വിധം ശക്തമാണെന്നും US ഡോളറിനേക്കാൾ മികച്ച പ്രകടനം തുടരുകയാണെന്നും ഡച്ച് ബാങ്ക് പറയുന്നു. ഇവയെല്ലാം മൊത്തത്തിൽ 2026 പ്രവചനത്തിൽ നിന്ന് ഔൺസിന് $4,000 നിന്ന് ഔൺസിന് $4,450 2026 ഔൺസിന് $3,950, $4,950 വാർഷിക വില ഉയരുമെന്നാണ് സൂചിപ്പിക്കുന്നത്. 2025 അവസാനത്തോടെ നിരവധി പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങൾ സമാനമായ പ്രവചനങ്ങൾ നൽകിയിട്ടുണ്ട്. അവയിൽ പലതും വർദ്ധിച്ചു വരുന്ന ആഗോള പിരിമുറുക്കം, സർക്കാർ കടം, കേന്ദ്ര ബാങ്കുകളിൽ നിന്നുള്ള ശക്തമായ ആവശ്യം എന്നിവ ചൂണ്ടിക്കാട്ടുന്നു. ഗോൾഡ്സ്മാൻ സാച്സ് 2026 ലക്ഷം ഔൺസിന് $4,900 ഉയർത്തിയിട്ടുണ്ട്. കേന്ദ്ര ബാങ്കുകൾ വലിയ അളവിൽ സ്വർണം വാങ്ങുന്നത് തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പലിശ നിരക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ സ്വർണത്തിലേക്ക് മടങ്ങുന്നത് അവർ കാണുന്നുണ്ട്. ഡച്ച് ബാങ്കിന്റെ ഉയർന്ന സാഹചര്യവുമായി പൊരുത്തപ്പെടുന്ന വില ഔൺസിന് $5,000 എത്തുമെന്നാണ് ബാങ്ക് ഓഫ് അമേരിക്ക പ്രതീക്ഷിക്കുന്നത്. ഇത് വീണ്ടും UAE ഗ്രാമിന് $589 വിരൽ ചൂണ്ടുന്നുണ്ട്. ഈ വർദ്ധിച്ചു വരുന്ന US കമ്മി ചെലവും ദീർഘകാല കറൻസി ആശങ്കകളും കൂടുതൽ നിക്ഷേപകരെ സ്വർണത്തിലേക്ക് തള്ളിവിടുന്നു എന്നാണ് ബാങ്ക് പറയുന്നത്.
TD സെക്യൂരിറ്റീസ് ഔൺസിന് $4,400 പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് ഗ്രാമിന് ഏകദേശം $519. അതേസമയം HSBC 2026 തുടക്കത്തിൽ ഔൺസിന് $5,000 എന്ന ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് പ്രതീക്ഷ ഉയർത്തിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്കുകളിൽ പലതും ഒരേ ദിശയിൽ യോജിക്കുന്ന അപൂർവ സമയങ്ങളിൽ ഒന്നാണിത്. അവയെല്ലാം ഉയർന്ന വില പ്രതീക്ഷിക്കുകയാണ്. സെൻട്രൽ ബാങ്കുകൾ വാങ്ങുന്ന സ്വർണത്തിന്റെ അളവാണ് വില ഉയർത്തുന്ന ഏറ്റവും ശക്തമായ ഘടകങ്ങളിലൊന്ന്. US ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതും ആഗോള അനിശ്ചിതത്വത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുമായി പല രാജ്യങ്ങളും അവരുടെ കരുതൽ ശേഖരത്തിൽ സ്വർണം ചേർക്കുന്നുണ്ട്. 2025 853 ടണ്ണായിരുന്ന ഈ വാങ്ങലുകൾ 2026 1053 ടണ്ണായി വളരുമെന്ന് ഡച്ച് ബാങ്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. 2025 അവസാനത്തിൽ ഡിമാൻഡ് ഇതിനകം രേഖപ്പെടുത്തിയിട്ടുള്ളതിനാൽ വെച്ച് ഏറ്റവും ഉയർന്ന നിരക്കുകളിൽ ഒന്നായിരുന്നു. ഈ വലിയ വാങ്ങൽ അർത്ഥമാക്കുന്നത് UAE ഉപഭോക്താക്കൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാർക്ക് കുറഞ്ഞ സ്വർണം മാത്രമേ ലഭ്യമാക്കൂ എന്നാണ്. ഇത് വിപണിയെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്നു. ഇത് സാധാരണയായി ഉയർത്തുന്ന വിലകളെ പിന്തുണയ്ക്കുകയാണ്. സ്വർണ്ണവിലയും മറ്റൊരു വർഷം മോഡലിന് മുകളിലുള്ള വളർച്ചാ നിരക്കിന്റെ സാധ്യത കാണുന്നു എന്നും ഡച്ച് ബാങ്ക് വ്യക്തമാക്കി. ഡിമാൻഡ് വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിതരണം വളരെ സാവധാനത്തിലാണ് വളർന്നത്. 2026 ആഗോള ഖനി ഉൽപാദനം 3715 ടണ്ണായി നേരിയ തോതിൽ മാത്രമേ ഉയരുകയുള്ളൂ. പുനരുപയോഗിച്ച സ്വർണം കഴിഞ്ഞ ഏറ്റവും ഉയർന്ന നിലയ്ക്ക് താഴെയായിരിക്കും. വിതരണത്തെക്കാൾ വേഗത്തിൽ ഡിമാൻഡ് വളരുമ്പോൾ വിലകൾ ഉറച്ചു നിൽക്കും. താഴ്ന്ന നിലയിൽ ഗ്രാമിന് 466 ദിർഹം എന്നതിലേക്കും പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിൽ ഗ്രാമിന് 525 ദിർഹം എന്നതിലേക്കും വില ഔൺസിന് $5,000 ഗ്രാമിന് 589 ദിർഹം എന്നതിലേക്കും UAE സ്വർണ്ണവില മാറും. UAE ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന വിലകളിൽ ഒന്നായിരിക്കും ഇവ. ആഭരണങ്ങൾക്ക് കൂടുതൽ ചെലവ് വരും. വിവാഹ ബജറ്റുകൾ ഉയരും. സ്വർണ്ണക്കട്ടികളിലൂടെയോ നാണയങ്ങളിലൂടെയോ സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതിന് വലിയ ചിലവ് ആവശ്യമായി വരും. പതിവായി സ്വർണം വാങ്ങുന്നവർക്ക് വാങ്ങലുകൾ നേരത്തെ ആസൂത്രണം ചെയ്യുന്നത് നല്ലതായിരിക്കും. മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. സൗദി വിപണിയിലെ വിദ്യാഭ്യാസ കമ്പനി ലിസ്റ്റിംഗ് വൻ വിജയകരമാക്കി മലയാളി ആരോഗ്യ സംരംഭകൻ ഡോക്ടർ ഷംഷീർ വയലിൽ. ഡോക്ടർ ഷംഷീർ ചെയർമാനായ GCCയിലെ മുൻനിര സ്പെഷ്യലൈസ്ഡ് എഡ്യൂക്കേഷൻ കമ്പനി അൽമസാർ അൽ ഷാമിൽ എഡ്യൂക്കേഷൻ മികച്ച മുന്നേറ്റത്തോടെ ആദ്യ ദിനം വ്യാപാരം തുടങ്ങി. IPOയ്ക്ക് ശേഷം നിശ്ചയിച്ച ഓഹരി വിലയായ 19.5 റിയാലിൽ ആരംഭിച്ച വ്യാപാരം ആദ്യ ദിനം 18.41% ഉയർന്ന് 23.09 റിയാലിലാണ് അവസാനിച്ചത്. കമ്പനിയുടെ ആകെ മൂല്യം 2.36 ബില്യൺ റിയാലായി ഉയർന്നു. UAE വേരുകളുള്ള അമാനത്ത് ഹോൾഡിംഗിന് കീഴിലുള്ള ഇരു രാജ്യങ്ങളിലെയും വിദ്യാഭ്യാസ ബിസിനസ്സുകളാണ് സൗദിയിൽ അൽമസാർ അൽ ഷാമിൽ എഡ്യൂക്കേഷന് കീഴിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഡോക്ടർ ഷംഷീർ ചെയർമാനായ കമ്പനി നടത്തിയ നീക്കം മിഡിൽ ഈസ്റ്റിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ആകെ ഉണർവേകുന്നതായി. സാമ്പത്തിക വിദ്യാഭ്യാസ നയതന്ത്ര മേഖലകളിലെ പ്രമുഖർ കിങ് അബ്ദുള്ള ഫിനാൻഷ്യൽ ഡിസ്ട്രിക്റ്റിലെ സൗദി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നടന്ന ബെൽ റിംഗിംഗ് ചടങ്ങിൽ പങ്കെടുത്തു. സൗദി എക്സ്ചേഞ്ചിലെ ലിസ്റ്റിംഗ് മേധാവി നാസർ അൽ ലജാജി, സൗദി അറേബ്യയിലെ UAE സ്ഥാനപതി മദാർ അൽ ദഹേരി, ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ എന്നിവർ മണിമുഴക്കിയിട്ടുണ്ട്. ആദ്യ മണിക്കൂറിൽ തന്നെ അൽമസാർ ഓഹരികൾക്ക് വിപണിയിൽ മികച്ച പ്രതികരണമുണ്ട്. അൽമസാർ അൽ ഷാമിലിന്റെ വളർച്ചയിൽ ഭാഗമാകാനായതിൽ ഏറെ അഭിമാനമുണ്ടെന്ന് ഡോക്ടർ ഷംഷീറിന്റെ പ്രതികരണം. സൗദി അറേബ്യയ്ക്കും UAEക്കും ഇടയിലുള്ള ഒരു പുതിയ സാമ്പത്തിക വളർച്ചയുടെ പാലമാണ് ഈ ലിസ്റ്റിംഗ്. അഭിലാഷങ്ങളും കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കുന്ന രാജ്യങ്ങൾക്കിടയിൽ മൂലധനം, അവസരങ്ങൾ എന്നിവ പങ്കിട്ടാണ് അൽമസാറിന്റെ ഓഹരി പ്രവേശം. സൗദി അറേബ്യയുടെ വിഷൻ 2030-ന്റെയും UAEയുടെ സ്ഥിര വളർച്ചയ്ക്ക് നവീകരണത്തിനുള്ള പദ്ധതികളും പിന്തുണ നൽകിയാണ് ഈ വളർച്ച. ഇന്ത്യൻ സംരംഭകനായ ഡോക്ടർ ഷംസീറിന്റെ ഉദ്യമത്തെ സ്ഥാനപതി ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ അഭിനന്ദിച്ചിട്ടുണ്ട്. കോൺസുലർ മനുസ്മൃതിയും ചടങ്ങിൽ പങ്കെടുത്തു. അൽമസാർ അൽ ഷാമിലിന്റെ ഓഹരി മൂലധനത്തിന്റെ 30% സൗദി എക്സ്ചേഞ്ചിന്റെ പ്രധാന വിപണി ലിസ്റ്റ് ചെയ്തത്. IPOയിലെ വില അതിന്റെ ശ്രേണിയിലെ ഏറ്റവും ഉയർന്ന തലത്തിലായിരുന്നു. ബുക്ക് ബിൽഡിംഗ് പ്രക്രിയയിലൂടെ കമ്പനി 103 മടങ്ങ് ഓവർ സബ്സ്ക്രിപ്ഷനോടെ ഏകദേശം 62 ബില്യൺ സൗദി റിയാൽ മൂല്യം നേടിയിട്ടുണ്ട്. IPOയിലൂടെ സമാഹരിച്ചത് 599 മില്യൺ സൗദി റിയാലാണ്. ഡോക്ടർ ഷംഷീറിന്റെ സംരംഭക യാത്രയിലെ വിജയകരമായ മൂന്നാമത്തെ ലിസ്റ്റിംഗ് ആണ് അൽമസാർ. GCC മേഖലയിലെ വിദ്യാഭ്യാസ ആരോഗ്യ രംഗത്തെ ഏറ്റവും വലിയ സംയോജിത നിക്ഷേപ സ്ഥാപനങ്ങളിലൊന്നായ അമാനത്ത് ഹോൾഡിംഗ്സിന്റെ ഭൂരിഭാഗം ഓഹരി പങ്കാളിത്തമുള്ള സ്ഥാപനമാണ് അൽമസാർ അൽ ഷാമിൽ എഡ്യൂക്കേഷൻ. ഡോക്ടർ ഷംസീർ ചെയർമാനായ അമാനത്ത് സാമ്പത്തിക വളർച്ചയും സാമൂഹിക പ്രഭാവവും കൂട്ടിയിണക്കുന്ന നിക്ഷേപ മാതൃകയായി മാറിയാണ് സൗദി വിപണിയിലേക്ക് കടക്കുന്നത്. ഹ്യൂമൻ ഡെവലപ്മെന്റ് കമ്പനി, മിഡിൽ സെക്സ് യൂണിവേഴ്സിറ്റി, ദുബായ്, അബുദാബി യൂണിവേഴ്സിറ്റി, ലിവ യൂണിവേഴ്സിറ്റി,
നിമ ഹോൾഡിംഗ്സ് എന്നിവയുൾപ്പെടെയുള്ള സ്ഥാപനങ്ങളാണ് അൽഷാമിലിന്റെ നിക്ഷേപങ്ങളിലുള്ളത്. സൗദി അറേബ്യയിലെയും UAE-യിലെയും 39 സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നീഡ്സ് ഡേ കെയർ സെന്ററുകൾ, 14 സ്പെഷ്യൽ നീഡ്സ് സ്കൂളുകൾ, 7 ഉന്നത വിദ്യാഭ്യാസ ക്യാമ്പസുകൾ എന്നിവയിലായി 28,000-ത്തിലധികം വിദ്യാർത്ഥികൾക്കും ഗുണഭോക്താക്കൾക്കും അൽഷമാർ അൽഷാമിൽ എഡ്യൂക്കേഷൻ സേവനം നൽകുന്നുണ്ട്.